സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ആവർത്തന പുസ്തകം അധ്യായം 33 12 തിരുവചനം. ബെന്യാമിനെക്കുറിച്ച് അവൻ അഥവാ മോശെ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ആവർത്തന പുസ്തകം 33 അധ്യായം 12 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദാസനായ അഥവാ ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസനായ ദൈവപുരുഷനായ മോശെ തൻ്റെ മരണത്തിനു മുമ്പായി ഇസ്രായേൽ ഗ്രഹത്തിലെ 12 ഗോത്രങ്ങളെയും, പ്രത്യേകിച്ച് 12 ഗോത്ര തലവന്മാർക്ക് വേണ്ടിയും അവർക്ക് അവരുടെ സ്വഭാവമനുസരിച്ച് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ, ഭാവിയിൽ അവർ എന്തായിത്തീരും, ഇത് പ്രസ്താവിക്കുകയാണ്. ഇത് ഒരു പ്രവചനം കൂടിയാണ്, 12 ഗോത്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനം. ഇതെല്ലാം അക്ഷരികമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം, ഈ പ്രവചനങ്ങളിൽ ചില ഗോത്രങ്ങളിൽ നിറവേറി, ചില ഗോത്രങ്ങളിൽ ഇതിൽ ഇനിയും ചിലത് നിറവേറാനുമുണ്ട്. ഇവിടെ ബെന്യാമീനെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന് പ്രിയനെന്നാണ്. മാത്രമല്ല, അവനെപ്പോഴും നിർഭയം വസിക്കും. ദൈവം അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു എന്നാണ്. സത്യത്തിൽ ഇത് ഒരു ബെന്യാമീനെക്കുറിച്ച് മാത്രമല്ല, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള ഒരു വാഗ്ദത്തമാണ്. ഓരോ മനുഷ്യനും ദൈവത്തിന് വിലയേറിയവനാണ്, വിലയേറിയവളാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകനും മകളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു, കരുതുന്നു. അവർക്ക് ആവശ്യമായതൊക്കെ നൽകുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. വീണ്ടും ഇവിടെ പറയുന്നത് ഒരു ദൈവ പൈതൽ നിർഭയം വസിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപാകടാക്ഷവും അവിടുത്തെ ദൂതന്മാരുടെ അഥവാ മാലാഖമാരുടെ കാവലും ഓരോ മനുഷ്യനും ദൈവം നൽകിയിരിക്കുകയാണ്. ഇത് 91 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മാലാഖമാരാണ് ഓരോ മനുഷ്യനെയും ഓരോ ദിവസവും ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുന്നത്. ദൈവം ഈ ബെന്യാമീനെക്കുറിച്ച് പറയുന്നത് പോലെ ദൈവം ഓരോ മനുഷ്യനെയും തൻ്റെ കരങ്ങൾക്കുള്ളിൽ മറച്ചുകൊള്ളുന്നു എന്നുള്ളതാണ്. ഇത് ഒരു നിത്യസത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സഹായത്താൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കരുതലിനാൽ, ദൈവത്തിൻ്റെ പരിപാലനത്തിൽ, ദൈവത്തിൻ്റെ പരിപോഷണത്തിൽ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇത് നാം തിരിച്ചറിയുകയും നമ്മെ കരുതുന്ന, നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവവഴിയിൽ നടക്കുവാൻ, ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ ദൈവത്തെ അനുഗമിക്കുവാൻ ഓരോ ദൈവപൈതലിനും സാധിക്കണം. ഇത് വിശ്വാസത്താലാണ് യാഥാർത്ഥ്യമായി തീരുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർത്തിവരുത്തുന്നവനുമായ കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ, ആ കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ, നമുക്ക് ദൈവം ഏറ്റവും സമീപസ്ഥനായിരിക്കും. ആ ദൈവസന്നിധിയിൽ നാം നിർഭയം വസിക്കുവാനിടയാവും. ദൈവം നമ്മെ മറച്ചുകൊള്ളുവാനിടയാവും.
ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം.